നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ശമ്പളം കൃത്യസമയത്ത് കിട്ടുന്നില്ല എന്നാണ് ഭൂരിഭാഗം പ്രവാസികളുടെയും പരാതി. പല കാരണങ്ങളും പറഞ്ഞ് സ്ഥാപനങ്ങൾ ശമ്പളം വൈകിപ്പിക്കുന്നത് മൂലം നാട്ടിൽ പ്രവാസികളെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ അവസ്ഥയും പരിതാപകരമാകും. മിക്കവരും ശമ്പളം കിട്ടാത്തതിനാൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ വരെ എത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനെല്ലാം ഉടൻ പരിഹാരമാകും. UAE അത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. UAEയിൽ ശമ്പളം വൈകിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ തൊഴിൽ മന്ത്രാലയം നടപടി കർശനമാക്കുകയാണ്. സമയത്തിന് ശമ്പളം നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പുതിയ ശിക്ഷാ നടപടികൾ ഉൾപ്പെടുത്തി രാജ്യത്തെ വേതന സംരക്ഷണ സംവിധാനത്തിൽ ഭേദഗതി വരുത്തിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. തൊഴിൽ മന്ത്രി ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുൽ മന്നാൻ അൽ അവാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ മാറ്റങ്ങൾ. ശമ്പളം വൈകിപ്പിച്ച കാലയളവ്, ജീവനക്കാരുടെ എണ്ണം, ശമ്പളം നിഷേധിക്കപ്പെട്ടവരുടെ എണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾക്കെതിരെ വിവിധ ശിക്ഷാ നടപടികൾ ഉൾപ്പെടുത്തിയാണ് UAEയിലെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ ഭേദഗതികൾ നടപ്പാക്കുന്നത്. ജീവനക്കാർക്ക് കൃത്യസമയം ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്ഥാപനങ്ങളുടെ വലിപ്പച്ചെറുപ്പം പരിഗണിക്കാതെ തന്നെ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ശമ്പളം ജീവനക്കാർക്ക് കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഇലക്ട്രോണിക് സംവിധാനം വഴി ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വേതനം എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ അധികൃതർ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്താനുമാണ് തീരുമാനം. പരിശോധനയിൽ ഇത്തരത്തിൽ ശമ്പളം വൈകുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ കമ്പനികൾക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകും. എന്നിട്ടും വീഴ്ച പരിഹരിക്കുന്നില്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തിവെക്കാനുമാണ് നിർദ്ദേശം. എന്നാൽ 50 ജീവനക്കാരിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളാണ് ശമ്പള നിഷേധം തുടരുന്നതെങ്കിൽ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. ഒപ്പം ഫെഡറൽ, ലോക്കൽ അതോറിറ്റികളോട് കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിക്കാൻ നിർദ്ദേശം നൽകും. 6 മാസം വീഴ്ച തുടർന്നാൽ സ്ഥാപനത്തിന് മേൽ വൻ തുക പിഴയായി ചുമത്തുകയും ചെയ്യും. മുഴുവൻ ജീവനക്കാർക്കും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴിയാണ് ശമ്പളം നൽകേണ്ടത്. കപ്പൽ ജീവനക്കാർ, വിദേശത്തെ ഓഫീസുകളിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്നവർ, UAE സ്വദേശികളുടെ കീഴിലെ ടാക്സി, മത്സ്യബന്ധന ബോട്ട് ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ തുടങ്ങി ചുരുക്കം വിഭാഗം ജീവനക്കാർക്ക് മാത്രമേ ഈ സംവിധാനം വഴിയല്ലാതെ ശമ്പളം നൽകാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതിയുള്ളൂ എന്നും വ്യക്തമാക്കി. എന്തായാലും തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ നടപടികൾ പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമാണ്. പുതിയ നടപടികളിലേക്ക് UAE കടക്കുന്നതോടെ ഇനി തങ്ങൾക്ക് കൃത്യമായ സമയത്ത് ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.